ചിക്കനാണ്. ചിക്കനിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ ജിഞ്ചർ ഗാർലിക് ഒരു നുള്ള്, കാശ്മീരി ചില്ലി പൗഡർ, സാദാ മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ. അത് കഴിഞ്ഞ് നല്ലോണം ഉപ്പിടുക, അത്യാവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് അത്യാവശ്യത്തിനല്ല, നല്ലോണം മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് തമിഴ്നാടൻ ബിരിയാണിയാണ്. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. കാരണം എല്ലാ മുളക് പൊടിയും നമ്മൾ ഇടുന്നുണ്ട്. ഇതെടുത്ത് നമ്മളിപ്പോൾ മൂടി ഫ്രിഡ്ജിൽ കുറച്ച് നേരം മാറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. അത് കുറച്ച് നേരം ഇരിക്കട്ടെ, മസാലയൊക്കെ പിടിക്കട്ടെ. നമ്മളൊരു ചെമ്പെടുത്തിട്ടുണ്ട്. ചെമ്പിൽ നമ്മൾ എണ്ണ ഒഴിച്ചു, പിന്നെ സൺഫ്ലവർ ഓയിലാണ്, പിന്നെ നെയ്യ് ഒഴിച്ചു, പിന്നെ കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ഇല എന്നിവ ഇട്ട്, കുരുമുളകും എന്നിവ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മൊത്തം മിക്സ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. മിക്സ് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ സവാള എടുത്തിട്ടുണ്ട്. പച്ചമുളക് 4 എണ്ണം, തക്കാളി 2 തക്കാളി, 4 മീഡിയം സവാള മൊത്തം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. നല്ലോണം വഴറ്റി കൊടുക്കണം. അപ്പോഴേ ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് മസാലയൊക്കെ ഇടാനുള്ളതാണ്. ഗോൾഡൻ ബ്രൗൺ ആകണ വരെ നമ്മൾ മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്യണം. ഇത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വയ്ക്കേണ്ടത്. നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ അത് അടി പിടിക്കും, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് എന്തെങ്കിലും സാധ്യതയുണ്ട്. നല്ലോണം ഇപ്പം തന്നെ നമ്മൾ ചെറിയ ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. ഇനിയും ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ തക്കാളി ഇടും. ഗോൾഡൻ ബ്രൗൺ ആകണം, നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആകണം. നമുക്കിനി മിക്സ് ചെയ്യാം നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആകണ വരെ. ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ഗോൾഡൻ ബ്രൗൺ ആകണ വരെ കാത്തിരിക്കുക. ഇത് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ തക്കാളി എടുക്കുക. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തക്കാളി എടുക്കണം. നല്ലോണം മിക്സ് ആക്കി കഴിഞ്ഞ് നല്ലോണം മിക്സാക്കണം. തക്കാളി 2 നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം. നല്ല പഴുത്ത 2 തക്കാളി എടുക്കുക. അത് നമ്മൾ പീസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് അത് എടുക്കാം. നല്ലോണം മിക്സാക്കി കൊടുക്കുക. അപ്പോഴേ നല്ലോണം അടി പിടിക്കാതിരിക്കുകയുള്ളൂ. അടി പിടിച്ച് കഴിഞ്ഞാൽ ബിരിയാണി മൊത്തം നാഷ്ടിയായി പോകും. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ഒരു 20 ഉള്ളിയാണ് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് മിക്സാക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കുക. ഇത് തമിഴ്നാടൻ ചെന്നൈ സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നല്ലോണം ഉള്ളിയൊക്കെ ഇട്ട് നല്ലോണം ഇപ്പം തന്നെ കണ്ടോ കളർ മാറുന്നുണ്ടോ? കളർ മാറുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം ഇതാവുന്ന ബ്രൗണിഷായി വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ തക്കാളി ഇടണം. ബ്രൗണിഷായി കഴിയുമ്പോൾ നമ്മൾ തക്കാളി ഇടണം. ബ്രൗണിഷ് ആകണ വരെ ഇളക്കണം. നല്ലോണം ഇളക്കി കൊടുക്കുക.
നമ്മുടെ ഫസ്റ്റത്തെ ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം വഴട്ടി വരണം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ കുറയുവാണെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കണം. എണ്ണ കുറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് തക്കാളി എടുക്കാം. 2 തക്കാളിയാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. തക്കാളി ഇതിൻ്റെയൊക്കെ പച്ചമണം പോണ വരെ ഇളക്കുക. പച്ചമണം പോണ വരെ നല്ലോണം ഇളക്കുക. കഴിഞ്ഞ് ഇപ്പം തന്നെ നമ്മൾ കളർ മാറി വരുന്നതായിരിക്കും. നിങ്ങൾ നല്ലോണം ബ്രൗണിഷ് കളർ ആവുന്ന വരെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്യുക. നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല കാശ്മീരി ചില്ലി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പുതിന ഇല, മല്ലിച്ചപ്പ്. നമ്മൾ മൊത്തം ഇത് ഇപ്പോൾ മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്, പുതിന ഇല ഇട്ടിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ആ കറിയോടെ തന്നെ നല്ലോണം മിക്സ് ആകണം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലോണം മിക്സ് ചെയ്യുക. പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ശകലം ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിന് മുമ്പ് തൈര് ഇടണം കേട്ടോ. 3 ടീസ്പൂൺ തൈര് ഇടണം. തൈരിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. മിക്സ് ചെയ്ത് നിർത്തരുത്. ഇനി നമുക്ക് ബിരിയാണി മസാല. നമ്മൾ ബിരിയാണി മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഹോം മെയ്ഡ് ബിരിയാണി മസാലയാണ്. വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അത് ബിരിയാണി മസാല ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പം തന്നെ നല്ല മണമാണ് വരുന്നത്. നമുക്കിനി കുറച്ച് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചിക്കൻ എടുക്കാം. ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ലോണം 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനുണ്ട്. അതെടുത്ത് നമ്മൾ ബിരിയാണി മസാലയിലേക്ക് നമ്മളിപ്പോൾ ഇടാൻ പോവാണ്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനി മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അടി പിടിക്കാതിരിക്കുകയുള്ളൂ. ഇത് ഫുൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. അത് കാരണമാണ് ഇളക്കി കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ ഉപ്പ്, 2.25 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. ശകലം ഉപ്പിട്ടിട്ടുണ്ട്. സോറി ഗൈസ്, 2.25 അല്ല 1.25 ടീസ്പൂണാണ് ഉപ്പിട്ടിരിക്കുന്നത്. അത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നമുക്കിനി ബിരിയാണി അരി കുതിർക്കാനിടാം. നമ്മളതിന് വേണ്ടി ഒരു കപ്പ് എടുക്കുന്നത്, 2 കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നത്. 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. ഇത് ജീരക സംഭ അരിയാണ്. ജീരക സംഭ അരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി കുറച്ചും കൂടെ അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നിറയെ അരി ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് കഴുകിയെടുക്കണം. നല്ലോണം കഴുകുന്നുണ്ട്. ഇത് ആരും ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ബ്ലാക്ക് സ്ക്രീൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ലോണം കഴുകിയെടുക്കണം. നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കുതിരാനിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അരി. ഇനി നമുക്ക് ചിക്കൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് 4 കപ്പ് അരി എടുത്ത കപ്പിൽ തന്നെ 4 കപ്പ് വെള്ളം തന്നെ ആവശ്യമുണ്ട്. 4 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. 4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് തിളയ്ക്കാൻ വെക്കണം. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ടേ. 2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി നല്ല മണം തന്നെ ഇപ്പം തന്നെ വരുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം ഇനി ഇത് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് മൂടി വയ്ക്കാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം. ചെറുതായി തിളച്ച് വന്നിട്ടുണ്ട്. നല്ലവണ്ണം ഒന്നും കൂടെ തിളയ്ക്കണം. അതിന് മൂടി വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ മൂടി വയ്ക്കാവേ. നല്ലവണ്ണം ഒന്നും കൂടെ തിളയ്ക്കണം. ഇപ്പം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം ഫസ്റ്റ്. ഇനി അരി ഇടാം. നല്ലോണം കുതിർത്തിട്ടുണ്ട്. 15 മിനിറ്റ് തന്നെ അരിയും കുതിരാനിട്ടാൽ മതി. ഇത് നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. 15 മിനിറ്റ് ചിക്കൻ ഇടുകയും ചെയ്യും. 15 മിനിറ്റ് അരി കുതിരാനും ഇടുക. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോഴേ അരിയിലൊക്കെ നല്ല മസാല ഫ്ലേവറൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് പയ്യെ അടച്ച് വയ്ക്കാം. എന്നിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഇനി കാണാവേ. ബിരിയാണി നല്ലോണം വെന്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ നമ്മൾ ഒന്ന് നല്ലോണം ദം ചെയ്യണ പോലെ ഒന്ന് വട്ടത്തിലാക്കി എടുക്കുക. നമ്മൾ നല്ലോണം ദം ചെയ്യണ പോലെ നല്ല പരത്തി വയ്ക്കുക. എന്നിട്ടൊന്ന് മൂടി വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ മുട്ട എടുക്കുക. നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് 4 മുട്ട എടുത്ത് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. മുട്ട അതിൻ്റെ അകത്ത് പോണ പോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം മൂടി വയ്ക്കണം. മൂടി വെച്ച് കഴിഞ്ഞ് തുറക്കുമ്പോൾ സെറ്റായിട്ട് നമുക്ക് ബിരിയാണി കിട്ടുന്നതായിരിക്കും. നിങ്ങളൊന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് ഒന്ന് തുറന്നാൽ മതി. നമുക്ക് നല്ല ഇഡ്ഡലിയും ബിരിയാണി നല്ല ചെന്നൈ സ്റ്റൈൽ